എൻ്റെ മകന് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം. എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതില്ല, അവന് വിട്ടുന്ന വെച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്ക്. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. യോദ്ധാവ് എന്ന് പറഞ്ഞും കേരള പോലീസിന്റെ മയക്കുമരുന്നിനെതിരെയുള്ള ആ നീക്കത്തിൽ ഒരു അംബാസഡറായിട്ട് തന്നെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേരള പോലീസ്. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും നമ്മളെ യുവത്വത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. നടൻ ടിനി ടോമിന്റെ മകനെതിരെ കഞ്ചാവ് കേസ്. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തത്. 4 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. അത് ശരി, അപ്പൊ അതും തീരുമാനമായി. എന്ത് അല്ല പറഞ്ഞു മറിയുകയും ചെയ്യാതെ അതും തീർന്നു. ഇന്നലെ രാത്രി, അതായത് ഏകദേശം 8:45 കൂടി തന്നെ തൃപ്പൂണിത്തുറയിലെ അമ്പലമുകൾ നടുത്ത് ഇരുമ്പലത്ത് നിന്നുമാണ് ഇവരെ 3 പേരെയും ഹിൽ പാലസ് പോലീസ് പിടികൂടുന്നത്. ഏത് തറവാട്ടിന്നാണാവോ ഫണ്ട്? 4 ഗ്രാമോളം കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. തിനീറ്റുമ്പിന്റെ മകൻ ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പോക്കറ്റിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച ഈ 4 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയത്. കലാകാരൻ കൂടി നാമാവശേഷം. ഓ നന്നായി എന്ന് പറയണോ? അൺസൈക്കബിൾ. അല്ലാണ്ട് ഓന് എങ്ങനെ ജീവിക്കാനാ?